വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിൻഫ്ര ഹൈടെക് പാർക്കിനും ഇൻഫോ പാർക്കിനും എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രമാണ് ഈ ഒരു വില്ലയിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് 280 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും സഹിതമാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 700 മീറ്ററും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 6.4 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.4 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഇനി ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ 2 വീടുകളാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സ്കോട്ടോ ഡിസൈനും എല്ലാം നൽകിയാണ് വന്നിരിക്കുന്നത്. 3 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഡെഡ് എൻഡിനോട് ചേർന്നാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും സ്കോട്ടോ ഡിസൈനും നൽകിയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു വിക്കറ്റ് ഗേറ്റ് ലഭിക്കുന്നുണ്ട്. മെയിൻ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. സീലിംഗ് ലൈറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 വീലർ പാർക്കിങ്ങിനായിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയയ്ക്കുള്ള ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു അലക്കുകല്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടിൽ 4 ചെയറോളം ഇടാനുള്ള സ്പേസ് ഉണ്ട്. സീലിംഗ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ലിവിങ്ങിന് വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഭംഗിയായി തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടറിനുള്ള ഏരിയ വരുന്നത്. വാഷ് കൗണ്ടർ ഫിറ്റിംഗ്സ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ഡൈനിങ്ങിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ള വെന്റിലേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ ഹാവൽസിൻ്റെ സ്വിച്ചസും വീഗാറിൻ്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് വന്നിരിക്കുന്നത്. വുഡായിട്ട് മഹാഗണി, തേക്ക്, ആഞ്ഞിലി എന്നിവയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാറി ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് പാനലിംഗ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു കിച്ചണിന് വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് എല്ലാം തന്നെ കൗണ്ടർ സ്പേസിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു വാളിനോട് ചേർന്ന് വലുപ്പമുള്ള വാൾഡ്രോബും സ്റ്റോറേജ് സ്പേസും ലാപ്ടോപ്പ് ടേബിളും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകളെല്ലാം നൽകിയിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡിലാണ് വരുന്നത്. ഹാൻഡ് റെയിലും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിൾ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് ബാൽക്കണിയിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ബെഡ്റൂം സൈസ് അല്പം പോലും കുറയാത്ത രീതിയിൽ ഒരു കോർണറിലേക്ക് മാറിയാണ് ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫിറ്റിംഗ്സിന് വരാനായിട്ടുണ്ട്. ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫിറ്റിംഗ്സിന് വരാനായിട്ടുണ്ട്. ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് കൗണ്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണീൻ്റെ ഹാൻഡ് റെയിൽ എക്സസിങ് ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് 280 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയ സഹിതമുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ വീടിന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ, വീടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.